മോന് കുറെ പഠിക്കാനുണ്ടോ? ഞാൻ പഠിച്ച് തീരാറായി. എന്നാ കുറച്ചു നേരം ചേച്ചിയുടെ അടുത്ത് പോയിരിക്കെ. വേണ്ട, ചേച്ചിക്ക് ഇഷ്ടാവില്ല അമ്മേ. അത് സാരമില്ല, ചേച്ചി തനിച്ചല്ലേ, അച്ഛനും ഇല്ലല്ലോ. ചേച്ചി വഴക്ക് പറയും അമ്മേ. വഴക്ക് പറഞ്ഞോട്ടെ, മോന്റെ ചേച്ചിയല്ലേ. മോൻ തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. എന്നാ അമ്മയും കൂടി വാ. വേണ്ട മോനെ, അമ്മയെ കണ്ട ചേച്ചി ബഹളം വെക്കും. അത് മാത്രമല്ല, ചേച്ചിക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അല്ലെങ്കിൽ ആ ജോയോടും കൂട്ടുകാരോടൊക്കെ മിണ്ടാതെ വരുമോ? ചെല്ല്, പഴയതുപോലെ ചേച്ചിയുടെ കൂടെ കളിക്കുവോ, പടം വരയ്ക്കുവോ, എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ പോണോ അമ്മേ? എഴുന്നേറ്റ് ചെല്ലു മോനെ, അമ്മയല്ലേ പറയുന്നത്. ചെല്ല്. ചേച്ചി, ചേച്ചി. എന്താടാ? ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇരിക്കാൻ വന്നതാ. ഞാൻ വിളിച്ചോ? ഇല്ലല്ലോ. പിന്നെന്തിനാ വന്ന്? ഞാനൊരു പടം വരച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരട്ടെ? എനിക്കൊന്നും കാണണ്ട. എന്നാ നമുക്കെന്തെങ്കിലും കളിച്ചാലോ? വാ ചേച്ചി. നിന്നെ ആരാടാ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ? അമ്മയാണോ? ആയിരിക്കും. എന്നിട്ട് എന്നെ എന്ത് ചെയ്യാനാ നിന്നോട് പറഞ്ഞിരിക്കുന്നത്? പോടാ പോടാ. മോളെ, നീ തനിച്ചിരിക്കുന്ന കണ്ടിട്ടാ യദുക്കുട്ടനോട് നിന്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞത്. അമ്മയെ കാണുന്നതിനല്ലേ നിനക്ക് വിഷമമുള്ളൂ. ഇവനോട് എന്തിനാ പിണക്കം? എനിക്ക് ആരെയും കാണണ്ട, എന്റെ അടുത്ത് ആരും വരാൻ വേണ്ട. മോളെ, അമ്മ പറയുന്നൊന്ന് കേക്ക്. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വന്നതാണോ? ഞാനെന്തിനാ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? എനിക്കറിയാം, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്നോട് പറയാൻ വേണ്ടിയല്ലേ. അതിന് ഇവന്റെ ഒരു കൂട്ടും. മോളെ, എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവനെ വിളിച്ചോണ്ടൊന്ന് പോവോ? അമ്മ നമ്മുടെ മുറിയിലല്ലേ നിക്കുന്നേ, അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും നിക്കാമല്ലോ. ആണോ? എന്നാ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവാം. അത് മതിയാവോ രണ്ടാക്കും? മോനെ, ചേച്ചിക്ക് അച്ഛൻ വരുമ്പോ പറയാൻ വലിയൊരു കഥ വേണം. അമ്മയ്ക്ക് അതിന് നിന്ന് കൊടുക്കാൻ വയ്യ. മോളെ, അമ്മയെ നീ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വാ മോനെ. സുമാ, സുമാ. എന്താ മാഡം? മോളെ ചെന്ന് വിളിച്ചിട്ട് വാ. ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ. മാഡം, ഞാൻ ചെന്ന് വിളിച്ചാൽ ശരിയാവോ? ഞാനിപ്പോ അവളുടെ അടുത്തേക്ക് ചെന്നാൽ ശരിയാവില്ല സുമ. സുമ ചെന്ന് പറയും. അമ്മയ്ക്ക് സങ്കടം ഉണ്ടല്ലേ? പിന്നെ ഉണ്ടാവില്ലേ? യദുക്കുട്ടൻ പിണങ്ങി അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയല്ലേ ചേച്ചിയും. സുമാന്റെ മോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതല്ലേ? സുമ, നീ പോ. എന്താ മാഡം ഇത്? മാഡം ഇത്ര സ്നേഹത്തോട് പെരുമാറിയിട്ടും മോൾക്ക് എന്താ അത് മനസ്സിലാവാത്തത്? അമ്മേ, ചേച്ചിക്ക് എന്തെങ്കിലും അസുഖമാണോ? ഇല്ല മോനെ, ചേച്ചിക്ക് ഒരു അസുഖമില്ല. കുഴപ്പം അമ്മയ്ക്കാ, അമ്മയ്ക്ക് മാത്രം. മാഡത്തിനെ കൊണ്ട് ഇത് എങ്ങനെ താങ്ങാൻ പറ്റുന്നത്? സുമേ, അമ്മ എന്നുള്ള പദവി ഒരുപാട് സഹിക്കാനുള്ളതാ. ചില സമയത്ത് മക്കൾ ദേഷ്യപ്പെടും, ആട്ടിയകറ്റും. പക്ഷെ അവരുടെ മനസ്സ് നേരാവുന്നവരെ അമ്മ കാത്തിരിക്കും.
യദുക്കുട്ടന് അമ്മയോട് ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറില്ല കേട്ടോ. ഇല്ല അമ്മേ, എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. ഹലോ മാം, വീട്ടിലാണ് മാം. സാരംഗ് സാർ എന്നോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും രാവിലെ ഓഫീസിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെത്തിയിട്ട് ഞാൻ വിളിച്ചാൽ മതിയോ മാം? ഓക്കെ മാം, ശരി. ആരാണ്? തനിക്ക് ഇഷ്ടമില്ലാത്ത കക്ഷിയാ, മായാ മഹേശ്വരി. നാളത്തെ ഒരു മീറ്റിംഗിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. രഞ്ജിത്തിന് ഇതുവരെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലേ? എന്തിന്? സാരംഗിന്റെ പാർട്ണറായി വരുന്ന ഒരാൾ എന്തിന് സാരംഗിന്റെ കുടുംബ വിഷയത്തിൽ ഇടപെടണം? മായാ മഹേശ്വരി യാമിമോളെ കണ്ടതിന് ശേഷമാ യാമിമോളിൽ ഇപ്പൊ കണ്ട ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. രഞ്ജിത്ത് അത് ശ്രദ്ധിച്ചോ? ഇല്ല. എങ്കിൽ സത്യമാണ്. കമ്പനി പാർട്ണറെ കുറിച്ച് ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞാ രഞ്ജിത്തിന് ചിലപ്പോൾ ദേഷ്യം വരും. എന്റെ ഒരു റിക്വസ്റ്റാ, അവർ യഥാർത്ഥത്തിൽ ആരാണ്, അവരുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്, അതൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റൂ. അവരുടെ ലക്ഷ്യം സാരംഗിന്റെ കുടുംബമാണെങ്കിൽ അവര് വെറുമൊരു പാർട്ട്ണർ അല്ല. താൻ ഏതൊക്കെ വഴിക്കാ ചിന്തിക്കുന്നേ? മൈഥിലിയെ തോൽപ്പിക്കുക എന്നതാണ് മായാ മഹേശ്വരിയുടെ റോളെങ്കിലോ? എന്തിനങ്ങനെ ചെയ്യണം? എന്നാ പിന്നെ സാരംഗിന്റെ കുടുംബകാര്യങ്ങളിൽ എന്തിനവരെ ഇടപെടണം? അവരിടപെടുന്നതിന് രഞ്ജിത്ത് ഒരു കാരണം പറ. എനിക്കറിയില്ല. നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ ചുഴിഞ്ഞ് ചിന്തിക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡാ. ആണുങ്ങളെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാ, സാരം കടക്കം. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. മായാ മഹേശ്വരിയെ കുറിച്ച് ഞാൻ അന്വേഷണത്തിന് ഇറങ്ങില്ല. പക്ഷേ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാനത് ഇമ്മീഡിയറ്റ്ലി നിന്നോട് ഷെയർ ചെയ്യും. അത്രയും ഗ്യാരണ്ടി എനിക്കിപ്പോ പറയാൻ പറ്റൂ. ആയിക്കോട്ടെ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ, അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേൻ. ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ, ആതങ്കമെല്ലാം അകറ്റിടണേ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഹലോ. കുട്ടിച്ച, സാരംഗാണ്. എന്താ മോനെ? കുട്ടിച്ചന് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം. ഇപ്പോഴോ? അവിടെ എന്താ? യാമി ആകെ പേടിച്ചിരിക്കുക. അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാ പറയുന്നേ. കുട്ടിച്ചൻ അവളെ കുട്ടിച്ചന്റെ വീട്ടിലേക്ക് കൂട്ടിക്കോ. അല്ല സാരംഗേ, ഞാനതെങ്ങനെയാ മൈഥിലിയോട് പറയുന്നത്? ഇനി ഒരു നിമിഷം പോലും എന്റെ മോൾ അവിടെ നിന്നാ അത് അപകടമാണ്. കുട്ടിച്ച, ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കിത് പറയാൻ വേറെ ആളില്ല. കുട്ടിച്ചൻ പോണം. അവളെ കൊണ്ടുവന്ന് കൂടെ നിർത്തണം. ഞാൻ വന്നിട്ട് കൂട്ടിക്കോളാം അവളെ. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റാ? ശരി, ഞാനങ്ങോട്ട് ചെന്നു നോക്കാം. മൈഥിലിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ് ശരിയാക്കാം. ശരി. ഒരു കാരണവശാലും യാമി മോളെ കൂട്ടാതെ കുട്ടിച്ചൻ അവിടെ നിന്ന് പോകരുത്. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്തു കളയും. കുട്ടിച്ചൻ ചെല്ല്. ശരി. എന്താ സാരംഗ എന്നോട് പോയി യാമി മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടെ നിർത്താൻ പറഞ്ഞു. അതെന്ത് ഏർപ്പാടാ? അവളെ നോക്കാൻ മൈഥിലി ഇല്ലേ അവിടെ? കുഞ്ഞിന് മൈഥിലിയെ പേടിയാണെന്നാ സാരംഗ് പറയുന്നത്. കാര്യങ്ങൾ നിങ്ങൾ അവിടം വരെ എത്തിച്ചു. ഒരേ ഒഴുക്കിലിങ്ങനെ പോയാ പോരല്ലോ ലക്ഷ്മി. ഇടയ്ക്കൊരു വെള്ളപ്പൊക്കവും ഒരു സുനാമിയും ഒക്കെ വേണ്ടേ? നിങ്ങളുടെ പ്രതികാരം തീർക്കാൻ സാരംഗിന്റെയും മൈഥിലിയുടെയും മനസ്സുടയ്ക്കുന്നത് പോലെയല്ല കുഞ്ഞുങ്ങളുടെ കാര്യം. അവരെയെങ്കിലും വെറുതെ വിട്ടൂടെ? ഒരു കാട് കത്തിക്കാൻ തീരുമാനമെടുത്ത് പോകുമ്പോ ചില മരങ്ങൾ മാത്രം കത്താൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കാൻ പാടുണ്ടോ? ഒന്നിച്ചങ്ങ് കത്തിക്കുന്നതല്ലേ ലക്ഷ്മി അതിന്റെ ഭംഗി. ഇല്ല, നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ അവരെ അറിയിക്കേണ്ട സമയം കഴിഞ്ഞു. അവരെ തമ്മിൽ തല്ലിച്ച് നിങ്ങൾ ചോര കുടിക്കുക. എന്നിട്ട്
എല്ലാവരുടെ മുന്നില് രക്ഷിതാവ് ചമയുന്നു. ലക്ഷ്മി, നീ പാവാ, അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷെ കുട്ടിച്ചൻ പാവമല്ല. കാര്യങ്ങൾ ഞാൻ വരച്ച വരയിലേക്ക് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ലക്ഷ്മി വെറുതെ നിഷ്കളങ്കത കളിക്കല്ലേ. നമുക്കില്ലാതെ പോയതൊക്കെ മറന്നു കളയല്ലേ ലക്ഷ്മി. നമ്മൾ വേദനിച്ചതൊന്നും ഓർമ്മയില്ലെന്ന് പറയരുത്. ഞാൻ എന്തായാലും പോയിട്ട് വരാം. വാതിൽ ഞാൻ പുറത്തു നിന്ന് അടയ്ക്കാം. അധികം താമസിക്കില്ല. നിങ്ങളുടെ ഈ ദുഷ്ടത സഹിക്കാൻ വയ്യാതെ ഞാൻ ചങ്ക് പൊട്ടി ചാവും. സമയമായില്ല ലക്ഷ്മി. തന്നെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൊന്നുമില്ല. നിനക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ കൺമുന്നിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നത് വരെ കുട്ടിച്ചൻ വിടില്ല നിന്നെ. എന്താ മോളെ പ്രശ്നം? സാരംഗിപ്പ് എന്നെ വിളിച്ചിരുന്നല്ലോ. ഞാൻ മോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോയതാ സാറേ. എന്റെ നിഴല് കണ്ടതും മോൾ ഉറക്കെ കരയാൻ തുടങ്ങി. എന്താ ഈ കുട്ടി കാണിക്കുന്നത്? ഞാൻ ചേച്ചിയുടെ അടുത്ത് കളിക്കാൻ ചെന്നു കുട്ടിച്ച. ചേച്ചി എന്നെ ഓടിച്ചു. മുമ്പൊക്കെ ഒരു ചെറിയ പേടി തട്ടിയ അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വരും, എന്നെ കെട്ടിപ്പിടിക്കും. എത്ര പറഞ്ഞാലും മാറില്ല. അവളുടെ പേടി മാറുന്നവരെ ആ ഇരിപ്പിരിക്കും. എന്നിട്ട് പറയും, അമ്മയെ തൊട്ട് നിൽക്കുമ്പോ വല്ലാത്ത ശക്തിയാ, മനസ്സിലുള്ള പേടി മുഴുവനും പോകുന്നു. അതെ, അവളെ ഇപ്പൊ എന്നെ പേടിക്കുന്ന കുട്ടിച്ച. ഞാൻ അവളെ കൊല്ലുന്നൊക്കെയാ പറയുന്നത്. എന്ത് ചെയ്യാനാ? സാരംഗനോടൊരു കാര്യം പറഞ്ഞിരുന്നു. മോളിവിടെ സേഫ് അല്ലാന്ന് അയാള് പറഞ്ഞത്. എന്നോട് യാമി മോളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാനാ പറഞ്ഞത്. കുട്ടിച്ചൻ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോൾക്ക് സംരക്ഷണം കൊടുക്കാൻ എനിക്ക് പറ്റില്ലേ? ഞാൻ അവനോടത് ചോദിച്ചു മോളെ, തർക്കിച്ചു, ബഹളം വെച്ചു. അമ്മ എന്ന നിലയിൽ മൈഥിലിയുടെ ഭാഗത്ത് നിന്ന് ഒരു കുറവും വന്നതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. സമ്മതിക്കണ്ടേ? ചേച്ചിയെ കൊണ്ടുപോണ്ട, ചേച്ചി ഇവിടെ തന്നെ നിൽക്കട്ടെ. സാറേ, മാഡത്തിന്റെ മുന്നിൽ നിന്ന് യാമിമോളെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ മാഡത്തിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? സുമ, വേണ്ട, നീയൊന്നും പറയണ്ട. കുട്ടിച്ചൻ എന്താ ചെയ്യേണ്ടതെന്ന് മോള് തന്നെ പറ. നിന്റെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യവും കുട്ടിച്ചന് സഹിക്കാൻ പറ്റില്ല. സാരംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു. പക്ഷെ ഇനിയിപ്പൊ വേണ്ടാന്ന് നീ പറഞ്ഞ കുട്ടിച്ചൻ വന്ന വഴിക്ക് അങ്ങ് തിരിച്ചു പോവും. പക്ഷെ ഈ അവസ്ഥയില് ഈ രാത്രി ഒന്ന് കടന്നു കിട്ടണ്ടേ മോളെ? പിള്ളേരുടെ മനസ്സ് ചാടിക്കളിക്കുന്ന കുരങ്ങനെ പോലെ ഓരോരോ സമയത്ത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടാന്ന് പറയാൻ പറ്റില്ല. അച്ഛനമ്മമാര് ദ്രോഹിച്ചിട്ടാണോ? സ്നേഹം കുറഞ്ഞു പോയിട്ടാണോ? അല്ല, അവർക്കൊരു വാശി തോന്നുന്നു. അവരതിൽ മുറുകെ പിടിച്ച് നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ എന്തൊക്കെ കഥകളാ നിത്യേന കേൾക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സ് കുട്ടിച്ചനേക്കാൾ നന്നായിട്ട് അറിയുന്നവളാ നീ. നിന്റെ തീരുമാനം. അതിനപ്പുറത്ത് കുട്ടിച്ചന് ഒന്നുമില്ല. ഞാൻ സാരംഗിനെ ഒന്ന് വിളിക്കട്ടെ കുട്ടിച്ച? വിളിക്കേ. നിനക്ക് പറയാനുള്ളതൊക്കെ നീ അവനോട് പറ. കുട്ടിച്ചൻ ഈ നേരത്ത് വന്നതോ ബുദ്ധിമുട്ടിയതോ ഒന്നും നീ കാര്യമാക്കണ്ട കേട്ടോ. നിന്റെ അടുത്ത് ഓടി വരാനല്ലെങ്കിൽ കുട്ടിച്ചന് കയ്യും കാലും ഒക്കെ ദൈവം തന്നിരിക്കുന്നത് എന്തിനാ? ഞാൻ വിളിക്കാം. മോൻ പേടിച്ചോ? പേടിച്ചു, എല്ലാരും പേടിച്ചു. അങ്ങനത്തെ കരച്ചിലായിരുന്നു ചേച്ചി. കുട്ടിച്ചൻ പറഞ്ഞ ചേച്ചി കേൾക്കും. കുട്ടിച്ചൻ പറഞ്ഞ ശരിയാക്കണം. പിന്നല്ലാതെ, നിങ്ങളൊക്കെ കുട്ടിച്ചന്റെ പിള്ളേരല്ലേ? നിങ്ങളെയൊക്കെ പറഞ്ഞ് ശരിയാക്കേണ്ടത് കുട്ടിച്ചന്റെ ഉത്തരവാദിത്തല്ലേ? ഹലോ സാരംഗ്, ഞാനാ. കുട്ടിച്ചനോട് യാമിമോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാരംഗ് പറഞ്ഞോ? പറഞ്ഞു. എന്താ കാരണം? യാമിമോൾ അവിടെ സേഫ് അല്ലാന്ന് തോന്നി. സേഫ് അല്ലാന്നോ? എന്റെ അടുത്തോ? അവൾ എന്റെ മോളാ. അവൾ ഈ ഭൂമിയിൽ ഏറ്റവും പേടിക്കുന്നത് തന്നെയാ. അങ്ങനെ അവൾ സ്വയം ചിന്തിച്ചോ? സാരംഗ് ചിന്തിപ്പിച്ചു.
ദൂരത്തിരുന്നിട്ട് എന്തിനാ ഈ നാടകം കളിക്കുന്നത്? ഞാൻ എന്റെ മക്കളെ ദ്രോഹിക്കില്ലെന്ന് സാരംഗിന് നന്നായിട്ട് അറിയാം. അവരെനിക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് സാരംഗിന് നന്നായി അറിയാം. വിളിച്ചു പറയുമ്പോൾ കുട്ടിച്ചൻ വരും, അത് അദ്ദേഹത്തിന്റെ മര്യാദ. പക്ഷെ യാമിമോളെ പറഞ്ഞുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മൈഥിലി, വെറുതെ വാശി കാണിക്കരുത്. വാശി സാരംഗിനാ. എന്റെ കുഞ്ഞിനെ എന്നെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റില്ല എന്ന സാരംഗിന്റെ തോന്നലാണത്. അവൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിലേ അവളെ ഞാൻ നോക്കിക്കോളാം. ബിക്കോസ് ഐ എം എ ഡോക്ടർ. ഇവിടെ ഇപ്പൊ പ്രൊഫഷന്റെ വലിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരുപാട് ദൂരത്താണ്. എന്റെ മകൾക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കുട്ടിച്ചനുമായിട്ട് അവൾ അവിടെ നിന്ന് പോയിരിക്കണം. ഇക്കാര്യത്തിൽ ഒരു മാറ്റമില്ല. എന്നെ തോൽപ്പിക്കാൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ഈ നാണം കെട്ട് വഴി എന്നെ തെരഞ്ഞെടുക്കണമായിരുന്നോ? മൈഥിലി, പറയാനുള്ളതെല്ലാം നമുക്ക് വന്നിട്ട് പറയാം. സ്വന്തം മകളുടെ സേഫ്റ്റിയാണ് താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പൊ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കണം. അവള് നിഷേധിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോണേലും നല്ലത് അവളെ അവിടെ നിന്ന് കുട്ടിച്ചന്റെ കൂടെ വിടുന്നതാ. നന്നായി സാരംഗ്, ഗംഭീരായി. നിങ്ങൾ ബുദ്ധിമാനാന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മയെ പേടിച്ച് ഭദ്രാത്രി മോള് മറ്റൊരു വീട്ടിലേക്ക് പോവാ. അവൾ പേടിക്കുന്നതിനേക്കാൾ ആഴത്തില് അവളുടെ മനസ്സിലേക്ക് ഭയം കുത്തിത്തിരിക. കൊള്ളാം. ഒരുപാട് സ്നേഹിക്കുന്നു പറയുന്ന മോളുടെ ഭാവി എന്തായിരിക്കുന്ന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിദ്വേഷം കുത്തിവെക്കപ്പെട്ട ഒരുപാട് കുട്ടികളുടെ മനസ്സ് തൊട്ടറിയുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാ സാരംഗ ഞാൻ പറയുന്നത്, അവളെ ഒരു പരീക്ഷണ വസ്തു ആക്കരുത്. ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് സമയമില്ല. യാമി മോളെ പറഞ്ഞയക്കുന്നുണ്ടോ ഇല്ലയോ? എന്നെ പേടിക്കുന്നതിന്റെ മോള് കൂടുതൽ കരയാതിരിക്കാൻ ഇപ്പൊ ഞാൻ അവളെ കുട്ടിച്ചന്റെ കൂടെ വിടാം. പക്ഷെ സാരംഗത് ശീലാക്കരുത്. അതിര് കടന്നാ ഞാൻ പ്രതികരിക്കും. പിന്നൊരു പക്ഷേ മോളെ കാണാതെ സാരംഗിനെ വേദനിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞേ ഉള്ളൂ. രഞ്ജിത്ത്, നമുക്കൊന്ന് മൈഥിലിയുടെ അടുത്ത് വരെ പോണം. എന്തു പറ്റി? മൈഥിലി എന്നെ വിളിച്ചു. അവള് പൊട്ടിക്കരയാ. എന്താ കാര്യമെന്ന് പലതവണ ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നില്ല. എന്റെ യാമിമോള് എന്ന് മാത്രം പറയുന്നത് കേട്ടു. മോള് വല്ല കുഴപ്പമുണ്ടാക്കിയോ? അറിയില്ല. ഞാൻ രണ്ടാമത് വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ പോലെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് അതുവരെ പോയി നോക്കിയിട്ട് വരാം. ഇങ്ങനൊരു കാര്യം പറയുമ്പോഴേക്കും കൂട്ടുകാരന്റെ വാക്കുകൾ അനുസരിക്കാനാണോ താല്പര്യം? അല്ലടോ, ഈ കാര്യത്തിൽ സാരംഗ് എന്ന് കരുതുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. എനിക്കിപ്പൊ തന്നെ മൈഥിലിയുടെ അടുത്ത് പോയേ പറ്റൂ. താൻ ബഹളം വെക്കണ്ട, നമുക്ക് പോവാം. താൻ ഒന്നുകൂടി ഒന്ന് മൈഥിലിയെ വിളിച്ചു നോക്ക്. രഞ്ജിത്ത് എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സാരംഗിനെ വിളിച്ചു പറയാം. അത് പറയുകയോ പറയാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യ്.